ആശാവർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാൻ ആലോചന. ആശമാരുമായുള്ള ചർച്ചയിൽ സർക്കാർ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഉമേഷ്, പറയൂ. പ്രധാനമായി വേതന വർധനവ് എന്നുള്ള ആവശ്യത്തിൽ ആശമാർ ഉറച്ചു നിന്നു. ഈ സാഹചര്യത്തിൽ വേതന വർധനവ്, ഇവരുടെ ജോലി സമയം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാം എന്നുള്ള ഉറപ്പ് ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ചു. എന്നാൽ അതിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ട്രേഡ് യൂണിയനുകൾ എടുക്കുകയും മന്ത്രിതല ചർച്ച, ആദ്യഘട്ട ചർച്ച അവസാനിപ്പിക്കുകയും ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ പരസ്പരം ഈ വിഷയത്തിൽ ഒരു ആശയവിനിമയം നടത്തുകയുമാണ്. പ്രധാനമായി ഈ കമ്മീഷന് വെക്കാമെന്നുള്ള നിർദ്ദേശം, വേതന വർധനവ് സാധാരണഗതിയിൽ വെറുതെ ഒരു വേതന വർധനവ് കൂട്ടിക്കൊടുക്കുക എന്നത് പ്രായോഗികമല്ല. കാരണം സംസ്ഥാനത്ത് ഇത്തരത്തിൽ അസംഘടിതരായ നിരവധി തൊഴിലാളികളായ ഓണററിയം വാങ്ങുന്നവരുണ്ട്. സ്വാഭാവികമായി ആ ഓണററിയം വാങ്ങുന്നവർക്ക് ഈ നിരക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ തന്നെ അതിനെ ഒരു നിശ്ചിതമായ അവരുടെ ജോലിഭാരം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ഒരു നിർദ്ദേശങ്ങൾ വേണം. അതിനുവേണ്ടിയാണ് ഒരു കമ്മീഷനെ നിയോഗിക്കുകയും കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി വേഗത്തിൽ വാങ്ങിയ ശേഷം വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള കാര്യം പരിശോധിക്കാമെന്നുമായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. എന്തായാലും അതിന്മേൽ ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ പരസ്പരം ചർച്ച നടത്തുകയാണ്. CITU, INTUC അടക്കമുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. ഇവർ പരസ്പരം ആശയവിനിമയം നടത്തിയ ശേഷം ആരോഗ്യമന്ത്രിയെ വീണ്ടും കാണും. ഇതിന്മേൽ എന്തെങ്കിലും തുടർ ചർച്ചകൾ ആവശ്യമെങ്കിൽ ആരോഗ്യമന്ത്രിയെ വീണ്ടും കാണുമ്പോൾ ആ ചർച്ചകൾ അവിടെ നടക്കും. സ്മിത. ഉമേഷ്, അതുപോലെ തന്നെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അപ്പോൾ ഇനിയൊരു കമ്മീഷൻ വന്ന് എത്ര വേഗത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞാലും അത് പഠിച്ച് നിർദ്ദേശം മുന്നോട്ട് വെച്ച് അത് നടപ്പാക്കുക എന്ന് പറയുമ്പോൾ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തിന് മുമ്പ് തന്നെ സമരം അവസാനിപ്പിക്കാൻ ഈ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് കൊണ്ട് ആശാ വർക്കേഴ്സ് തയ്യാറാകുമോ? ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആശാ വർക്കേഴ്സും മന്ത്രിയുമായുള്ള ചർച്ച അത് ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചു. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കാനാണ് ഇപ്പോഴുള്ള ആലോചന. ഇപ്പോൾ സംഘടനകൾ CITU, INTUC അവരൊക്കെ തമ്മിലുള്ള ഒരു ചർച്ച, യൂണിയനുകൾ തമ്മിലുള്ള ചർച്ച നടക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവർ മന്ത്രിയെ കാണും എന്നാണ് നമുക്കിപ്പോൾ ഉമേഷ് തന്ന വിവരം. അപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മീഷനെ വെച്ച് അത് പഠിച്ച് എങ്ങനെ പോയാലും കുറച്ച് സമയം അതിനെടുക്കും. പക്ഷേ ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള ഒരു ധാരണയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. 53 ദിവസമായിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നു. ഉമേഷ്, അതുതന്നെയാണ് ചോദ്യം. ഈ കമ്മീഷനെയൊക്കെ വച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ സമരം ഇന്ന് അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ആ രീതിയിലുള്ള ചർച്ചകളുണ്ടോ? തീർച്ചയായും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഉറപ്പ്, അല്ലെങ്കിൽ കമ്മീഷൻ രൂപീകരിക്കാമെന്നുള്ള ഉറപ്പ് പോലും ഒരുപക്ഷെ ഓർഡറായി ഇറങ്ങിയാൽ അത് അംഗീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത്തരത്തിൽ ഒരു കമ്മീഷനെ, അതും സർക്കാരിന് പുറത്തുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കുമ്പോൾ അതിൽ വിവിധ കാര്യങ്ങൾ, വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ ഉണ്ടാകും. സ്വാഭാവികമായി ആശമാരുടെ ജോലി സമയം, അപ്പോൾ അവരുടെയുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വിശദമായ പരിശോധന ഉണ്ടാകും. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഹിയറിങ്ങുകൾ നടത്തിയിട്ടായിരിക്കും സാധാരണ കമ്മീഷനുകൾ ഈ വേതന വർധന അടക്കം വിഷയങ്ങളിൽ സാധാരണ റിപ്പോർട്ടുകൾ സമർപ്പിക്കാറ്. അത്തരത്തിൽ ഒരു ശാസ്ത്രീയമായ സമീപനം ഈ ആശമാരുടെ വേതന വർധന വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നാൽ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാനും കഴിയും. പക്ഷേ സമരം ചെയ്യുന്ന കേരള ഹെൽത്ത് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നിയോഗിക്കാമെന്നുള്ള നിർദ്ദേശമെല്ലാം നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള അനൗദ്യോഗികമായ തീരുമാനമോ അല്ലെങ്കിൽ അനൗദ്യോഗികമായ ഒരു ധാരണയോ ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായി ഒരു ട്രേഡ് യൂണിയൻ ചർച്ചയാകുമ്പോൾ ഒരു സംഘടനയുടെ മാത്രം തീരുമാനമല്ല, ട്രേഡ് യൂണിയനുകൾ പൂർണ്ണമായി ഒന്നിച്ചിരുന്നുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ ഇത്തരത്തിൽ പോസിറ്റീവായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോഴും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ചർച്ചയെ കാണാം. നിലവിൽ ആദ്യഘട്ടത്തിൽ മന്ത്രിയുമായുള്ള ചർച്ച വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അവസാനിച്ചത് എന്നുള്ളതാണ് ഇതിനിപ്പോഴും പ്രതീക്ഷ നൽകുന്നത്. എന്തായാലും ഇനി രണ്ടാം ഘട്ടം എന്ന നിലയിൽ ട്രേഡ് യൂണിയനുകൾ പരസ്പരം ചർച്ച നടത്തുകയാണ്. അതിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം, കാരണം വേതന വർധനവ് ഒറ്റയടിക്ക് 3 ഇരട്ടി വേതന വർധനവാണ് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ആവശ്യപ്പെടുന്നത്. അതേസമയം CITU, INTUC അടക്കമുള്ള സംഘടനകൾ ഓണററിയം വർധനവ് എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല. ഒപ്പം ഇൻസെൻറ്റീവ് എന്നെല്ലാം വർദ്ധിപ്പിച്ച് നൽകണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ രീതിയിൽ പല സംഘടനകൾക്ക് പല അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം ക്രിയാത്മകമായ രീതിയിലുള്ള ചർച്ച ആണ് നടക്കുന്നതെങ്കിൽ അതിൽ ആ ഒരു ചർച്ചയിൽ മേൽ ഒരുപക്ഷെ പോസിറ്റീവായുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ചർച്ചകളും ഈ ഒരു തീരുമാനമാകാതെ പിരിയാൻ കാരണം ഇവർ മുന്നോട്ട് വെച്ച ഓണററിയം എന്നുള്ള ആവശ്യത്തിൽ ഊന്നിയൊരു ചർച്ച നടന്നില്ല. പക്ഷേ ഇതിൽ അത്തരമൊരു
ചർച്ച നടന്നു എന്നുള്ളത് തന്നെയാണ് പോസിറ്റീവായി കാണുന്നത്. അപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വലിയ ആശ്വാസമാകുന്നുണ്ട്. നമ്മളും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയിൽ തന്നെയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.